പപ്പിയും കുട്ടനും കല്യാണ വീട്ടിലേക്ക് എത്തുമ്പോൾ അല്പം താമസിച്ചിരുന്നു. ചെറുക്കനും കുട്ടനും എത്തിയിട്ടുണ്ട്. അമ്മേ, ദേ നവമി നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടല്ലേ. ലക്ഷ്മി പറഞ്ഞപ്പോൾ പപ്പിയുടെയും സൗമ്യയുടെയും നോട്ടം ഒരുപോലെയാണ് നവമിയുടെ നിരച്ചുന്നത്. കറുപ്പോ? ഒരു മംഗളകാരത്തിന് വരുമ്പോ ആണോ കറുപ്പിടുന്നത്? പപ്പിക്ക് അവളിൽ കുറ്റം കണ്ടുപിടിക്കാനായിരുന്നു താല്പര്യം. പിന്നെ ഒന്ന് പോയമ്മേ, അമ്മ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? അങ്ങനെ നോക്കാനാണെങ്കിൽ എന്നെയും ഓരോരുത്തർ പറയുന്നുണ്ടാകും. സത്യം പറഞ്ഞ ലക്ഷ്മിയുടെ വാക്കുകൾ പപ്പിയുടെ വാ അടഞ്ഞുപോയി. നോക്കിക്കേ, അനിയേട്ടനും ബ്ലാക്കാണ്. അയ്യേ, ഇവർക്ക് നാണല്ലേ? ഇപ്പോഴും ഹണിമൂൺ പീരീഡ് ആണെന്ന വിചാരം. സൗമ്യ പറഞ്ഞപ്പോൾ ലക്ഷ്മി അവളെ നോക്കി. ഒട്ടും കുശുമ്പില്ലല്ലേ? ഇല്ല. അല്ല, നീ എപ്പോഴാ നന്മമരമായത്? ഒരു പുച്ഛത്തോടെയാണ് സൗമ്യ അത് ചോദിച്ചത്. അതിനാരും നന്മമരം കളിക്കുന്നു? ഞാനെന്നും വില്ലത്തി തന്നെയായിരിക്കും. നന്നായിന്ന് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഒരു വല്ലാത്ത ചിരിയോടെയാണ് അവൾ പറഞ്ഞത്. സൗമ്യ അവളെ കണ്ണു ചുരുക്കി നോക്കി. നമ്മ ഇതൊന്നും അറിയാതെ സുമിയുമായി സംസാരത്തിലാണ്. വിഷയം ഋഷിയാണ്. ഋഷിക്കിപ്പോ എന്തൊക്കെയോ മാറ്റമുണ്ടെന്നാണ് സുമിതയുടെ പരാതി. നവമിയോട് മാത്രമാണ് അവൾ ഇതെല്ലാം പറയുന്നത്. കാരണം തന്നെ മനസ്സ് ആരെക്കാൾ നന്നായി അറിയുന്നത് അവൾക്കാണ് എന്നാണെന്ന് സുമിക്കറിയാം. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? നിനക്ക് ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഋഷിയേട്ടന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിക്കേ. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ, തന്റെ മകൻ ഒരു കുടുംബമായി ജീവിച്ച് കാണണമെന്ന് അനിയേട്ടന് പറയുന്നുണ്ടായിരുന്നു. അവിടെ അമ്മ ഋഷിയേട്ടന്റെ വിവാഹത്തിനെ കുറച്ച് വാശി കാണിക്കുന്നുണ്ടെന്ന്. നിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായ ഒരു റിപ്ലൈ കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ചിന്തിച്ച് കാണാം. അപ്പോ അത്രയുള്ളോ എന്നോടുള്ള ഇഷ്ടം? ചോദിക്കുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ വരുന്നുണ്ടായിരുന്നു സുമിക്ക്. ഇരുവരും പതിയാണ് സംസാരം. നാമയ്ക്ക് സുമിയുടെ ഭാവങ്ങൾ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷെ ചിരിച്ചാൽ ശരിയാകില്ലല്ലോ, പിന്നെ കുറച്ച് കൂടുതലാണ്. വെറുതെ അനാവശ്യ ചിന്തകളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട് ആ തലയിൽ. പിന്നെ നോമി സുമിയോട് മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് ലക്ഷ്മി അവളെ വിളിക്കുന്നത്. നോക്കുമ്പോൾ അവർ അവൾക്കരികിലേക്ക് വരുവാണ്. താമസിച്ചോ അമ്മ? പപ്പിയെ കണ്ടതും അവൾ തിരക്കി. ഇതെന്താ ഈ വേഷത്തിൽ? ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോണോ കറുപ്പ് നിറത്തിലെ വസ്ത്രം ധരിച്ചു വരരുതെന്ന് അറിയില്ലേ? ഇല്ല, അറിയില്ല. നാമി സ്വാഭാവികമായി തന്നെ പറഞ്ഞു. പപ്പിക്ക് അവൾ തന്നെ കളിയാക്കിയതായാണ് തോന്നിയത്. അങ്ങനെയൊക്കെയുണ്ടോ? ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളല്ലേ അമ്മേ. മാത്രമല്ല, വസ്ത്രധാരണം എന്ത് ഓരോരുത്തരെയും പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ കരുതേണ്ട കാര്യമില്ലല്ലോ. ഈ നിറം എനിക്കിഷ്ടമാണ്. സത്യം പറഞ്ഞ നോമയുടെ സംസാരം സുമി ആരാധനയോടെയാണ് നോക്കിക്കണ്ടത്. പറയാനുള്ളത് ആരുടെ മുന്നിലും അവൾ തുറന്നു പറയും. തനിക്കില്ലാതെ പോയതും ആ ധൈര്യമാണ്. അല്ലെങ്കിൽ നീ എപ്പോഴാ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്? അവനെ പറഞ്ഞാ മതി. അങ്ങനെയല്ലമ്മേ, അമ്മ പറയുന്നത് ശരിയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ഞാൻ അനുസരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. എന്തെങ്കിലും കാണിക്കേ പറഞ്ഞിട്ട് പപ്പി ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി ലീലയുടെ അരികിലേക്ക് നടന്നു. താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അഖിലും നീതുവും. സ്മിത കുറച്ചു മാറി സോഫയുടെ അരികിൽ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് അവൾ. ഇനി അടുത്ത ചടങ്ങ് അവിടെയായിരിക്കും അല്ലെ സോഫെ? അങ്ങനെ ആകണമെന്നാണ് ചേച്ചി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവൾക്കൊന്നിനും താല്പര്യമില്ലെന്ന് ഷോഫ തന്റെ അരികിൽ നിൽക്കുന്ന ബന്ധുവിനോട് സങ്കടം പറഞ്ഞു. അതെന്താ മോളെ? നോക്ക്, ആലോചിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയെന്ന് വെച്ച് ഇനി ഒരിക്കലും വേണമെന്ന് തീരുമാനിക്കരുത്. മോൾക്ക് അതിലും നല്ലൊരു പയ്യൻ വരും. നല്ല സുന്ദരിക്കുട്ടിയല്ലേ ഇത്? ആര് കണ്ടാലും ഒന്ന് മോഹിക്കും. അവര് പറയുമ്പോൾ സ്മിത ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അവളുടെ കണ്ണുകൾ പന്തിൽ സദ്യ വിളമ്പാൻ നിൽക്കുന്ന അനിയിലായിരുന്നു. എന്നിട്ടെന്താ അനിയേട്ടാ, നിങ്ങൾക്ക് എന്നോട് അങ്ങനെ ഒരു മോഹം തോന്നിയില്ല? അവളുടെ മനം പുലപ്പിക്കൊണ്ടിരുന്നു. പ്രേമിച്ച് കെട്ടിയത് കൊണ്ട് നമ്മുടെ രമണിയുടെ ചെക്കന് പെണ്ണ് കിട്ടി. ഇപ്പൊ പെൺപിള്ളേർ ഇല്ലെന്നേ. ഉള്ളതങ്ങൾക്കാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡാണ്. അവൾമാർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വലിയ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവന്മാരെ മതി. വാർക്കൽ പണിക്ക് പോകുന്നവരൊക്കെ പെണ്ണിന് കാണുന്നത് പോലും പിടിക്കില്ല. സരസമ്മ താടിക്ക് കൈയും വെച്ച് പറഞ്ഞു നിർത്തി. അവർക്ക് ഒരു മകൻ കൂടെയുണ്ട്, അനീഷ്. വയസ്സ് 31 കല്യാണമൊന്നും അങ്ങ് ശരിയാകുന്നില്ല. അനീഷിനും കൂലിപ്പണിയാണ്. പെയിന്റിങ്ങിനും വാർക്കൽ പണിക്കുമൊക്കെ അവൻ പോകും. എടി, അവന് ആ ശ്യാമന്റെ മോളെ ഇഷ്ടമായിരുന്നില്ലേ? അതങ്ങ് നടത്തിയാ പോരായിരുന്നോ? അയ്യടി, ഒരു പലഗതിയും ഇല്ലാത്ത വീള പെണ്ണിനെ ഞാൻ ഇപ്പൊ തന്നെ എന്റെ പേരിൽ കയറ്റാം. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ചരടല്ലാതെ ഒരു തരി പൊന്നി ഞാൻ കണ്ടിട്ടില്ല. പപ്പിക്ക് സരസമ്മയുടെ മറുപടി കേട്ട് ചിരി വന്നു. എല്ലാം നീ തന്നെയല്ലേ പറയുന്നത്? അനീഷിന് പ്രായം കൂടി വരുക. എന്റെ അനിയേക്കാൾ കുറച്ച് മാസങ്ങളിലെ വ്യത്യാസമേ അവനുള്ളൂ. എന്ന് വെച്ച് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് കെട്ടിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അല്ലലിലെ, 5 വന്നില്ലേ? സരസമ്മയുടെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും പപ്പി ലീലയോട് തിരക്കി. ഓ, അതിന് ഒട്ടും വയടി. ഇതിപ്പോ 5-ാം മാസമേ ആയുള്ളൂ. എങ്കിലും നല്ല വയറുണ്ട്. കുറച്ച് നടക്കുമ്പോഴേക്കും നന്നെ കിതയ്ക്കും. പെൺകൊച്ചായിരിക്കും, അത് അത്ര വയറ്. അവൾ ഇത്തിരി തുടുത്തിട്ടുണ്ട്. അല്ല പപ്പി, നിന്റെ മൂത്ത മരുമകൾക്ക് വിശേഷമൊന്നും ആയില്ലേ?
ഇവളെയും നിന്റെയും മക്കളുടെ കല്യാണങ്ങൾ തമ്മിൽ ഏതാണ്ട് മാസ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സരസമ്മ ചോദിച്ചപ്പോൾ പപ്പി ഒന്ന് മൂളി. എന്താടി, അവർ വേണ്ടെന്ന് വെച്ചിരിക്കുവാണോ? അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പ്രസവിക്കാനൊന്നും താല്പര്യമില്ലല്ലോ. ശരീരം ഉടഞ്ഞു പോകുമെന്നല്ലേ പറയുന്നത്. ഒന്ന് പോരില്ലേ. അവക്കടെ ശരീരം ഇനി എന്തുടയാനാണ്? വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ തടിച്ചിട്ടുണ്ടിപ്പോ. എനിക്ക് തോന്നുന്നത് മറ്റേ അസുഖം വലുതും കാണുമായിരിക്കും. അന്ന് ലക്ഷ്മി മോളും ഇതേപ്പറ്റി പറഞ്ഞായിരുന്നു. എന്താണ്? ആ, തൈറോയിഡോ മറ്റോ. ചിലർക്ക് അതുണ്ടെങ്കിൽ നല്ല വണ്ണം വയ്ക്കും. അങ്ങനെയുള്ളവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകാനും പാടാന്നേ. MBBS അരച്ചു കലക്കി കുടിച്ച മാതിരി സരസം അങ്ങ് തട്ടിവിട്ട് അത് കറക്റ്റായി പപ്പിക്ക് കൊണ്ടു. തന്റെ മകൻ ഒരിക്കലും ഒരു അച്ഛനാകാൻ കഴിയില്ലെന്ന് അവർ അങ്ങ് ഉറപ്പിച്ചു. അതിന്റെ ഫലം എന്നോണം നവമിയോടുള്ള ദേഷ്യവും വർദ്ധിച്ചു. പപ്പയുടെ മുഖഭാവം കണ്ടതും സരസമ്മയും ലീലയും പരസ്പരം തലയാട്ടി ചിരിച്ചു. വിവാഹം കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. ആകെ വിയർത്തൊട്ടിയാണ് രണ്ടുപേരും വന്നത്. നവമിക്കാണെങ്കിൽ സാരിയൊന്നും വലിച്ചു പറിച്ച് കളഞ്ഞാൽ മതി എന്നായി. റൂമിലെത്തിയതും അവൾ ആദ്യം ചെയ്തതും അതാണ്. കിച്ചണിൽ പോയി കുറച്ച് വെള്ളം കുടിച്ച് റൂമിലേക്ക് വന്ന അനിയുടെ കണ്ണുകൾ തിളങ്ങി. ബ്ലൗസും മടിപ്പാവടയും മാത്രം ധരിച്ചു നിൽക്കുന്ന ദുർഗ. അനിയേട്ടാ. ഓ. അവന്റെ നോട്ടം കണ്ട് കണ്ണു ഒട്ടിക്കൊണ്ട് അവൾ വിളിച്ചതും അനി നീട്ടിയൊന്ന് വിളികേട്ടു. കള്ളനോട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആകെ വിയർപ്പാ. സത്യം, ഞാനും വിചാരിച്ചതേയുള്ളൂ ഒന്ന് കുളിച്ചേക്കാന്ന്. നമ്മുടെ രണ്ടുപേരുടെയും ചിന്ത ഒന്നായ സ്ഥിതിക്ക് കുളിയും ഒന്നിച്ചാക്കാം. സമയം ലാഭിക്കാം, വെള്ളവും ലാഭിക്കാം. ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അടർത്തി മാറ്റിക്കൊണ്ട് അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യടാ. പറഞ്ഞുകൊണ്ട് നമ്മി ബാത്റൂമിലേക്ക് ഓടിക്കയറിയതും അവൾ മനസ്സിൽ കണ്ടത് അവൻ മാനത്ത് കണ്ടെന്ന പോലെ അവൾക്കൊപ്പം അകത്തേക്ക് ഇടിച്ചു കയറിയെന്നു. കള്ളിപ്പെണേ. പറഞ്ഞിട്ട് അനി അവളുടെ കഴുത്തിൽ മുഖം ഉരച്ചതും താടി രോമങ്ങൾ കൊണ്ട് ഇക്കിളിയതുപോലെ നമ്മി പൊട്ടിച്ചിരിച്ചു. പതിയെ പതിയെ അവ ശീൽക്കാരങ്ങളായി മാറി. സമയം ലാഭിക്കാൻ കയറിയവർ 1 മണിക്കൂറിനടുത്ത് എടുത്തിട്ടാണ് കുളിച്ചത് മാത്രം. ഇതേ സമയം വീട്ടിൽ തിരികെ എത്തിയ പപ്പി ആകെ ചിന്തയിലാണ്. ചായക്കുള്ള പാൽ അടുപ്പിൽ വെച്ചുകൊണ്ടാണ് ചിന്തിച്ചു കൂട്ടുന്നത്. അമ്മേ. പാല് തിളച്ച് പൊന്തുന്നതറിയാതെ നിൽക്കുന്ന പപ്പിയെ കണ്ട് സൗമ്യ രൂക്ഷമായി വിളിച്ചു. പപ്പി ഞെട്ടിപ്പോയി. അമ്മയുടെ ശ്രദ്ധ എവിടെയാ? പാല് പകുതിയിലധികം തിളച്ചുപോയി. ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. തൈറോയ്ഡ് ഉള്ളവർക്ക് കുട്ടികളുണ്ടാകില്ല സൗമ്യയെ. താൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നവരെ സൗമ്യ സംശയത്തിൽ നോക്കി. എന്താ? അത് നമുക്ക് തൈറോയ്ഡ് ഉണ്ടോ? നിനക്കറിയാമായിരുന്നോ? അപ്പോഴാണ് പപ്പി എന്താണ് ഉദ്ദേശിച്ചതെന്ന് സൗമ്യക്ക് വ്യക്തമായത്. അവൾ ഗൂഢമായി എന്ന് ചിരിച്ചു. അത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? നവമി അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ. ആ വണ്ണം അത് രോഗത്തിന്റെയാണ്. മാത്രല്ല PCOD ഒക്കെ ഉണ്ടെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ കുട്ടികളുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന് ഇതുണ്ടായിരുന്നു. കുറെ ട്രീറ്റ്മെന്റ് നടത്തിയെങ്കിലും ഫലം ഉണ്ടായില്ല. അവസാനം അവൻ അവളെ ഡിവോഴ്സ് ചെയ്തു. അവൾക്ക് സമ്മതമായിരുന്നു അതിനും. ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലാതെ അവന്റെ ജീവിതം തകർക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്കതല്ല മനസ്സിലാകാത്തത്. ഇതൊക്കെ ഉണ്ടായിട്ടും നവമി എന്താണ് ട്രീറ്റ്മെന്റ് എടുക്കാത്തേന്നാ. അനിയേട്ടൻ പിന്നെ നവമി പറയുന്നതിന് അപ്പുറത്തേക്കില്ലല്ലോ. പറഞ്ഞിട്ട് പപ്പിയുടെ മുഖത്തേക്ക് നോക്കിയ സൗമ്യക്ക് ഒന്ന് തുള്ളിച്ചടാൻ തോന്നി. താൻ പറയുന്നത് മുഴുവനും അവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അമ്മ ഇന്ന് നവമിയോട് ഇതേപ്പറ്റി സംസാരിക്കണമെന്നതാണ്. ഒന്നാമതേ അനിയേട്ടന് പ്രായം കൂടി വരുവാണ്. അതുകൂടെ ഓർക്കേണ്ടതുണ്ട്. സൗമ്യ പറയുമ്പോൾ പപ്പിക്ക് അത് ശരിയാണെന്ന് തോന്നി. നാളെ തന്നെ നവമിയോട് സംസാരിക്കണം അവർ മനസ്സിൽ ഉറപ്പിച്ചു. സൗമ്യ ഗൂഢമായി ചീരിയോടെ തിരിഞ്ഞു നടന്നു. അങ്ങനെ ഇപ്പോ നീ സന്തോഷിക്കണം നവമി. അവൾ പിറുപിറുത്തു. രാത്രി സുമേഷിന് ഭക്ഷണം വിളമ്പുകയാണ് ശ്യാമള. സുമേഷ് കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്രവീണയുമുണ്ട്. എന്താമേ? പറയാം, നിങ്ങൾ കഴിക്ക്. പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് തന്നെ നടന്നു. അവിടെ സുമി പാത്രം കഴുകുന്നുണ്ട്. എന്താമേ? പറയാം. അത്രമാത്രം അവർ പറഞ്ഞു. പറഞ്ഞതുപോലെ കഴിച്ചു കഴിഞ്ഞതും സുമേഷും പ്രവീണയും ഹാളിൽ ഇരിക്കുന്നുണ്ട്. എന്താമേ പറയാനുള്ളത്? സുമിതയുടെ കാര്യമാണ്. അവൾക്കൊരാലോചന വന്നിട്ടുണ്ട്. എനിക്കത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ആലോചനയോ? എവിടുന്ന്? പ്രവീണയാണ് ചോദിച്ചത്. നീ അറിയ സുമേഷേ, രാജീവൻ സാറിന്റെ മകൻ ഋഷി. ഋഷിയോ? സുമേഷ് എടുത്തു ചോദിച്ചപ്പോൾ സുമി എല്ലാം കേട്ട് പകപ്പാട് നിൽക്കുകയാണ്. അത് ശരിയാകില്ല. അതെന്താ സുമേഷേ? ജീവിതകാലം മുഴുവനും അവൾ ഇവിടെ നിൽക്കണമെന്നാണോ? പറ്റില്ല. എന്റെ കുഞ്ഞിവിടെ കിടന്ന് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൾക്കിവിടെ എന്താ പ്രശ്നം? എന്തിനാണ് പ്രശ്നമില്ലാത്തത് പ്രവീണേ? അവൾക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എന്തിനും ഏതിനും കണക്ക് കേട്ടല്ലേ എന്റെ കുഞ്ഞ് ഇവിടെ ജീവിക്കുന്നത്. ഇവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നെന്ന് ഞാൻ പറയുന്നതിനെ നിനക്കറിയാലോ സുമേഷേ. ആദ്യമായി ശ്യാമളയുടെ ശബ്ദം ഉയർന്ന പകപ്പിലാണ് മറ്റുള്ളവർ. ഋഷിക്ക് സുമ ഇഷ്ടമാണ്. അത് നിനക്ക് ഞാൻ പറയാൻ തന്നെ അറിയാലോ. പിന്നെ ചിലവിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. സുമയുടെ സ്വർണം നിന്റെ കയ്യിലുണ്ടല്ലോ. ഋഷിക്ക് സുമയല്ലാതെ മറ്റൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. അവൾക്കായി അച്ഛൻ നൽകിയതൊക്കെ അവൾക്ക് തന്നെ കൊടുക്കണം. ഈ തവണ ഞെട്ടിയത് സുമേഷും പ്രവീണയുമാണ്. കാരണം സുമിയുടെ ആഭരണങ്ങളൊക്കെ തിരികെ കിട്ടിയപ്പോൾ അവളത് സുമേഷിനെയാണ് ഏൽപ്പിച്ചത്. പക്ഷെ പ്രവീണയുടെ ആങ്ങളയ്ക്ക്
എന്തോ ആവശ്യം വന്നപ്പോൾ അതിൽ നിന്നും ഒരു 5 പവനോളം എടുത്ത് പണയം വെച്ചു സുമേഷും. അവനെ സഹായിച്ചിരുന്നു. അതും ശ്യാമളയോ സുമയോ അറിയാതെ. അതമേ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ പെട്ടെന്നോ? സുമിയുടെ കാര്യത്തിൽ അച്ഛനില്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്തിന് ഒരു തീരുമാനം എടുക്കുന്നത് നീയാണ്. പക്ഷെ നിനക്കതിൽ താല്പര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനായി തീരുമാനമെടുത്തത്. അടുത്തയാഴ്ച അവരോട് വരാൻ പറയാം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ശ്യാമളയുടെ സംസാരത്തിൽ എന്ത് വേണമെന്നറിയാതെ പകച്ചിരുന്നു സുമേഷും പ്രവീണയും. സുമയ്ക്കും അതേ അവസ്ഥയായിരുന്നു. അമ്മേ, ബെഡിൽ കിടന്ന ഷീറ്റ് മാറ്റി മറ്റൊന്ന് വിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും സുമി വിളിക്കുന്നത്. എന്തേ? തിരിഞ്ഞു നോക്കാതെ ശ്യാമള തിരക്കി. അത് ഈ വിവാഹം വേണ്ടമ്മേ. കാരണം ശ്യാമള അവൾക്ക് നേരെ തിരിഞ്ഞു. അത് സുമി എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. നിനക്ക് ഋഷിമോനെ ഇഷ്ടമല്ലേ? അമ്മേ, സാറിന് എന്നെക്കാൾ നല്ലൊരു ബന്ധം കിട്ടില്ലേ? കിട്ടും. ശ്യാമള പറഞ്ഞപ്പോൾ സുമിയുടെ മുഖം വിളറി. അങ്ങനെ ഒരു മറുപടിയല്ല പ്രതീക്ഷ എന്ന പോലെ. പക്ഷെ നിന്നോട് തോന്നിയ സ്നേഹം മറ്റൊരു പെൺകുട്ടിയോട് അവന് തോന്നില്ല. അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ ഇതുപോലെ നിനക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നല്ലോ. പക്ഷെ അമ്മേ നോക്ക്, മോളുടെ മനസ്സിലെ ചിന്തകളൊക്കെ അമ്മയ്ക്ക് ഊഹിക്കാം. ഋഷി ആഗ്രഹിക്കുന്നത് നിന്റെ മനസ്സാണ്. അവിടെ അവനൊരു സ്ഥാനം അത് കൊടുത്താൽ മാത്രം മതി. നീയും വിപിൻ എന്നത് നിന്റെ ജീവിതത്തിലെ ഒരു അടഞ്ഞ അധ്യായമാണ്. മനുഷ്യനല്ലേ, തീർച്ചയായും തെറ്റുകൾ പറ്റും. നിനക്കും ഞങ്ങൾക്കും പറ്റിയ ഒരു തെറ്റാണ് വിപിൻ. ശ്യാമള പറയുമ്പോൾ സുമിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഋഷിക്ക് നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ്. അത് ഞാൻ പറയാതെ നിനക്കറിയാം. നിന്റെ അച്ഛനെ പോലെയാണ് ഋഷിയെ എനിക്ക് തോന്നിയത്. മരിക്കുവോളം അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു ഞാൻ. ശ്യാമള എന്നുള്ള വിളി 100 വട്ടമെങ്കിലും ഒരു ദിവസം ഈ വീട്ടിൽ മുഴങ്ങി കേൾക്കുമായിരുന്നില്ലേ? ശ്യാമള ഇടറിയ സ്വരത്തിൽ പറയുമ്പോൾ അച്ഛനെയൊത്ത് സുമിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മറ്റൊരു ലോകത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. എന്തോ കുറച്ച് ദിവസമായി മനസ്സ് അങ്ങനെ പറയുന്നു. ഏട്ടന്റെ ഒപ്പം പോകാൻ സന്തോഷമേ ഉള്ളൂ. അമ്മേ, സുമി അവരെ ശാസനയോടെ വിളിച്ചു. ശ്യാമള ഒന്ന് ചിരിച്ചു. നിന്നെ സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിക്കണം. എന്റെ മകളല്ലേ നീ? നിന്റെ മനസ്സ് എനിക്കറിയാം. മറ്റൊന്നും ആലോചിക്കേണ്ട. എന്റെ മോള് ഈ കല്യാണത്തിന് സമ്മതിക്കില്ലേ? ശ്യാമള ചോദിക്കുമ്പോൾ സുമി കണ്ണുനീരോടെ തലയാട്ടി. ആ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ നാളെ ഋഷിയുടെ നേരിൽ സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ മുന്നോട്ട് നീങ്ങി. സുമി രാവിലെ ഋഷിയെ കാണാൻ ചെന്നെങ്കിലും അവൻ ബിസി ആയതുകൊണ്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അനിന്ദാമയെ വീട്ടിൽ കൊണ്ടാക്കാനായി വന്നതാണ്. ദുർഗ, നീ ഇറങ്ങിക്കോ, നമ്മുടെ ബേബി ചേട്ടനൊന്ന് കാണുമെന്ന് പറഞ്ഞതും അച്ഛൻ എന്നോട് ഒന്ന് സൂചിപ്പിച്ചതും. ഒരു പക്ഷെ അതേപ്പറ്റി സംസാരിക്കാനായിരിക്കും വരുന്നത്. തിരികെ വന്നിട്ട് എല്ലാം വിശദമായി പറയാം. അവിടെ വീടിന്റെ മുന്നിലായി ഇറക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എങ്കിൽ പോയിട്ട് വാ. നവമി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. അതിന് തിരികെ പോവുകയും ചെയ്തു. ഒന്ന് മേല് കഴുകി വേഷമൊക്കെ മാറി നവമി കിച്ചണിലേക്ക് നടന്നു. രാത്രിയിലേക്ക് കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് വെച്ച മോര് കറിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചപ്പാത്തി വേണ്ടെന്ന് തീരുമാനത്തിലെത്തി നവമി. കുറച്ച് മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അത് കറിയാക്കാമെന്ന് കരുതി. കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് തന്നെ അവൾ വേഗം അതിനുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. നല്ല വലിയ അയലമീനാണ്. അതിൽ നിന്നും 2 എണ്ണം എടുത്ത് വറക്കാൻ പുരട്ടി വെച്ച ശേഷം ബാക്കിയുള്ളത് കുടമ്പുളിയിട്ട് പൊള്ളിച്ചു വെച്ചു. അനിയുടെയും നവമിയുടെയും പ്രിയ ഭക്ഷണമാണിത്. എല്ലാം കഴിഞ്ഞൊരു ചായ വെച്ച് കുടിക്കാമെന്ന് കരുതുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. അനിയേട്ടൻ ഇത്ര പെട്ടെന്ന് വന്നോ? നവമി സ്വയം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ജനൽ വഴി ഒന്ന് നോക്കി. എന്നാൽ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് നവമി ശരിക്കും അമ്പായിരുന്നു. വേഗം വാതിൽ തുറന്നു. അമ്മേ, അകത്തേക്ക് വാ. ഒറ്റയ്ക്കേ ഉള്ളോ? അതെന്താ, എനിക്ക് ഒറ്റയ്ക്ക് വന്നോടെ? അതല്ല, അമ്മ ഇങ്ങോട്ട് ആദ്യമല്ലേ വരുന്നത്? പപ്പി ഒന്ന് അമർത്തി മൂളി. പിന്നെ വീട് മുഴുവനും ഒന്ന് നോക്കി. സ്വന്തമായി നല്ലൊരു വീടുണ്ടായിട്ട് എന്റെ മോനിങ്ങനെ ജീവിക്കാനാണ് വിധി. നെടുവീർപ്പെട്ടുകൊണ്ട് പപ്പി പറഞ്ഞതും നവമിയൊന്നും മിണ്ടിയില്ല. ചിലപ്പം മിണ്ടാതെ നിൽക്കുന്നതാണ് ഉചിതം. അവൾ അടുക്കളയിലേക്ക് നടന്നു. പിന്നെ ചായയുമായി വരുന്ന വഴി വാങ്ങിയ ഉള്ളിവടയുമായി അവർ കരികിലേക്ക് വന്നു. ഇവിടെ ഉണ്ടാക്കിയതാണോ? ചായ എടുക്കുന്ന കുളത്തിൽ വടയിലേക്ക് നോക്കിക്കൊണ്ട് നവമിയുടെ അതിരക്കി. ഞങ്ങൾ വരുന്ന വഴി ഒരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് വാങ്ങിയതാ. നല്ലതാണ്. പുറത്തുനിന്നുള്ള ഈ എണ്ണക്കടികളൊക്കെ നിർത്ത്. ശരീരത്തിന് അതൊന്നും മാത്രം നല്ലതല്ല. അല്ല, എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ മകനൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് ആഗ്രഹില്ലേ? മനസ്സിലായില്ല. നവമിയുടെ മുഖം ഗൗരവത്തിലായി. മനസ്സിലാക്കാൻ എന്ത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായില്ലേ? എന്നിട്ടെന്താ കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കാത്തത്? എന്റെ മോനെ എന്തായാലും കുട്ടികൾ വേണമെന്ന് ആഗ്രഹം കാണും. അവനൊരിക്കലും കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കില്ല. സത്യം പറയുന്ന നവമി, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? തൈറോയ്ഡ് പോലെ എന്തെങ്കിലും? കാരണം നിന്റെ ശരീരപ്രകൃതി അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ബാക്കി പറയാനുള്ളത് കൂടെ പറയട്ടെ എന്ന രീതിയിൽ നവമി പറഞ്ഞു നിർത്തി. എങ്കിൽ അതിന് ചികിത്സ നേടണം. അല്ലാതെ ഇങ്ങനെ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. ശരി, ഇനി അഥവാ അനിയേട്ടനാണ് പ്രശ്നമെങ്കിൽ? നവമിയുടെ ചോദ്യത്തിൽ പപ്പിയുടെ മുഖം വിവരണമായി. എന്തേ, അതിന് മറുപടി ഇല്ലേ അമ്മയ്ക്ക്? അവന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ആണോ? അപ്പൊ എനിക്കും കുഴപ്പം കാണുമെന്നാണോ അമ്മ പറയുന്നത്?
അതിന് പപ്പിയൊന്നും മിണ്ടിയില്ല. ചോദിക്കുന്ന അമ്മയ്ക്ക് നാണമില്ലെങ്കിലും കേൾക്കുന്ന എനിക്ക് അല്പം നാണമുണ്ട്. എന്റെയും മനിയേട്ടനെയും പ്രൈവറ്റ് സ്പേസിലേക്കാണ് നിങ്ങൾ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴല്ല, മറിച്ച് ഞാനും മനിയേട്ടനും ഒരുപോലെ ആഗ്രഹിക്കുന്ന സമയത്താകണം ഒരു കുഞ്ഞ് ഞങ്ങൾക്കിടയിലേക്ക് വരേണ്ടത്. ഈ കാര്യത്തിൽ മാത്രം തൽക്കാലം പുറമെയുള്ള ആരുടെയും അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അല്ലേ അനിയേട്ടാ? നവമിയുടെ അവസാന വാക്കുകളിൽ പപ്പി എന്ന് ഞെട്ടി. വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടെ അവർ തിരിഞ്ഞു നോക്കി. അവിടെ കൈകൾ പിണച്ചു കെട്ടി ഗൗരവത്തോടെ തങ്ങളെ നോക്കി നിൽക്കുകയാണ് അവൻ. അനി ഉണ്ടാകില്ലെന്ന ഉറപ്പിലായിരുന്നു പപ്പി ഇവിടേക്ക് വന്നത്. കാരണം ബേബി സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ പോകുന്നെന്ന് രാജനിതം അറിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത് തന്നെ. അനി, അമ്മയ്ക്കുള്ള മറുപടി ദുർഗ തന്നല്ലോ അല്ലേ? അതല്ല മോനെ, ഞങ്ങൾക്ക് നിന്റെ കുഞ്ഞിനെ കാണുന്നൊരാഗ്രഹം ഉണ്ടാകില്ലേ? നാമയ്ക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് സൗമ്യയും മറ്റും പറഞ്ഞു. അതുകൊണ്ടാണ് ഇതുപോലെ ശരീരം തടിച്ച്. മതിയമ്മേ, അവളുടെ ശരീരം നിങ്ങളൊക്കെ ഏത് വിധത്തിലാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദുർഗയ്ക്കും എനിക്കും ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും തോന്നേണ്ട കാര്യമില്ല, മനസ്സിലായോ? അതല്ല മോനെ, മതി, എനിക്ക് മനസ്സിലായി. അമ്മ എന്ന നിലയിൽ എന്റെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ഒന്നും പറയാതെ ദുർഗയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? രൂക്ഷമായ സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ നിന്നുപോയി പപ്പി. അവൾ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതെന്റെയും ദുർഗയുടെയും തീരുമാനമാണ്, ഞങ്ങളുടേത് മാത്രം. അതിലാരും കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. ആദ്യം ഞങ്ങളുടെ കുഞ്ഞിന് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അനി പറഞ്ഞു നിർത്തുമ്പോൾ പപ്പിയൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അമ്മയെ കൊണ്ടാക്കിയിട്ട് വരാം. നവമിയോട് പറയുമ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് പട്ടിണി കിടക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ഏട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചോ. ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും നവമി നാക്ക് കടിച്ചു. ഇത്രക്കില്ലെന്ന് പറഞ്ഞാലും ബോഡി ഷേമിങ് കുറച്ചൊക്കെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് തന്നെയും ചെയ്യും. അങ്ങനെ കുറച്ചു നാൾ മുന്നേ ആരുടെ വാക്കുകളിൽ വിഷമം തിങ്ങി വണ്ണം കുറയ്ക്കുക എന്ന തീരുമാനത്തിലെത്തിയിരുന്നു. അനിയേട്ടൻ എതിർത്തതാണ്, പക്ഷെ കേട്ടില്ല. ആഹാര രീതി തെറ്റിയത് നന്നായി തന്നെ ശരീരത്തെ ബാധിച്ചു. തലകറക്കവും ക്ഷീണവുമായി അനിയേട്ടൻ നന്നായി തന്നെ ഒന്ന് പേടിപ്പിച്ചു. അന്ന് നിർത്തിച്ചതാണ് അനിയേട്ടൻ തന്റെ ഡയറ്റ്. എന്റെ ശരീരം ഹെൽത്തി ആണെന്ന് കാണുന്നവർക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ എനിക്കറിയാലോ, അത് മതി. നവമി സ്വയം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വാങ്ങിച്ച ഉള്ളിവടയിൽ 2 എടുത്ത് കഴിച്ചു. അല്ല പിന്നെ